ചേട്ടന് ഏതെങ്കിലും ടൈമിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്കിങ്ങനെ വരണ്ടായിരുന്നു? ഞാൻ എന്നെ അറിയപ്പെടുന്നതും ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലും ഇത് മാത്രം കൊണ്ടാണ്. ഞാൻ പ്രൗഡ്ലി ഞാൻ പറയും ഐ എം എ ഡിസേബിൾഡ് പേഴ്സൺ. അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. അപ്പൊ വേദനിച്ച ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. വേദനിച്ച തീർച്ചയായിട്ടും ഒരുപാട്. സൂയിസൈഡിനെ കുറിച്ച് ഞാൻ ഇതിനും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ട് പിന്നെ ഞാൻ പറയുന്നത് അങ്ങനെ വരെ ചിന്തിച്ച വ്യക്തികളാണ് ഞങ്ങൾ. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് എന്നെ ബേസ് ചെയ്ത് എനിക്ക് മാത്രം അനുഭവിച്ച എൻ്റെ മാത്രം വിഷമമാണ്. അപ്പോൾ അത് ഞാൻ മറ്റുള്ളവരിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നത്. ഇനി അങ്ങനെ തന്നെ തുടരും. സെൻറ്റിമെൻ്റൽ അപ്രോച്ചായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യം മാത്രം. ഇന്നലെ കൂടെ ഒരു കമൻറ്റ് വന്നു, മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിമെൻ്റൽ അപ്രോച്ചാണ്, കാല് കാണിച്ച റീസൺ. വ്ലോഗ് ചെയ്യട്ടെ, റീൽ ചെയ്യട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് എന്നിലൂടെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ അത് ചെയ്യാൻ പറ്റും. ഞാനൊരു ഡിസേബിൾഡ് പേഴ്സൺ ആണ്. ഏറെക്കുറെ എന്നിലൂടെ കടന്നുപോയ അനുഭവങ്ങളാണ് ഞാൻ മേ ബി കണ്ടൻ്റായിട്ട് ചെയ്യുന്നത്. ഇത്രയും വർഷമായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് കുട്ടികളായില്ല? ആർക്ക് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ചിലപ്പോൾ ചേട്ടന് പ്രശ്നം കാണും, ചിലപ്പോൾ ചേച്ചിക്ക് പ്രശ്നം കാണും. ഇതിന് നാട്ടുകാർക്ക് എന്താ ഇഷ്യൂ? ഇപ്പോഴും പർപ്പസ്ഫുള്ളി നമ്മളെ ഇങ്ങനെ കുത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മുടെ വീഡിയോയുടെ അടിയിലോ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി വന്നിട്ട് എനിക്കൊരു ഡോക്ടറിനെ അറിയാം, അത് സ്നേഹം കൊണ്ട് പറയണല്ല. ദൈവം തരുന്നതാണ് ഇങ്ങനെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെ നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം തരുന്നില്ല. ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ചേച്ചിക്ക് സെന്റിമെന്റ്സ് കൊണ്ടാണ് ചേട്ടനെ കല്യാണം കഴിച്ചത്. ഇപ്പം നമുക്കൊരു സെന്റിമെന്റൽ ഒരാൾക്ക് ഒരു വയ്യായി ഉണ്ട് എന്ന് തോന്നണമെങ്കിൽ പുള്ളിക്കാരൻ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അയ്യോ അതെനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോഴാ ആൾക്ക് വയ്യായിക നമുക്ക് തോന്നും, അല്ലെങ്കിൽ പുള്ളിക്കാണെങ്കിലും തോന്നും. എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് അന്നോട്ടോ അല്ലെങ്കിൽ ഞാൻ കണ്ടു തന്നോട്ടോ പുള്ളി എനിക്കിന്ന് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ചേട്ടന്റെ വീട്ടുകാരിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു നിങ്ങളുടെ? എന്താ പറയാ, കാര്യം എൻ്റെ ഭാഗം ക്ലിയർ അല്ലായിരുന്നു, അത്രേ ഉള്ളൂ. വീട്ടുകാർക്കെല്ലാം ഒരു റിജക്ഷൻ തന്നെയാണ്, ഈ സൈഡിൽ നിന്നായാലും ആ സൈഡിൽ നിന്നായാലും. ക്രിക്കറ്റിലാണെന്നുണ്ടെങ്കിലും ഡാൻസിലാണെങ്കിലും ഒന്നിലും എത്തിപ്പെടാതിരുന്നതെന്ന് പറയും. രക്ഷപ്പെടാൻ ഒട്ടും ചാൻസ് ഇല്ലാത്തൊരു മേഖലയിൽ നിൽക്കുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി വീട്ടുകാരൊക്കെ റിജക്റ്റ് ചെയ്യുമല്ലോ. ചേച്ചി ചേട്ടന്റെ കാര്യം വീട്ടിൽ പ്രസന്റ് ചെയ്തപ്പോൾ അവരുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? അവർക്ക് കുറ്റം പറയാൻ പറ്റില്ല. നല്ലൊരു പ്രപ്പോസൽ വന്നപ്പോൾ അവരും, കാരണം പുള്ളിക്ക് ജോലിയില്ല, ജോലി ആയിട്ടില്ല, അപ്പം ആ ടൈമിലാണ് വിളിച്ചുവിടേണ്ടി വന്നത്. കാര്യം ഞങ്ങൾക്ക് ജനിച്ച കാലം മുതൽ വീടില്ല, ഫിനാൻഷ്യലി സ്റ്റേബിൾ ഇല്ല, അങ്ങനെയുള്ളൊരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. എനിക്കിപ്പോഴും എൻ്റെ വീട് ട്രിവാൻഡ്രത്ത് കിടപ്പുണ്ട്. ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ്. ഈ ഒന്ന് സെറ്റ് ആവുന്നത് വരെ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ കുഞ്ഞ് ജനിച്ച് വീഴുന്നത് നമ്മൾ ജനിച്ച് വീണ സിറ്റുവേഷൻസിലാവരുത്.